അപ്പൊ പറഞ്ഞു കത് അറഫിനാക്കി സൗദ എന്ന് പറഞ്ഞു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാന്നിധ്യത്തിലേക്ക് ചെന്നു. റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയെ തങ്ങൾ ഭാര്യമാരോട് വീടിൻ്റെ ഉള്ളിൽ അടങ്ങി ഒതുങ്ങിയിരിക്കാൻ പറയണം. ഉമർ റളിയല്ലാഹു. ഇത് പറയാനുള്ള കാരണം എന്താ? മഹാനാവുന്ന ഇമാം ബുഖാരി തങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യണത് റജാ അൻ യൻസിൽ അൽ ഹിജാബ്, ആ ഹിജാബ് ഇറങ്ങണം എന്ന് ഉദ്ദേശിച്ചിട്ട്. ആ ഹിജാബ് ഇറങ്ങാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? മഹാനാവുന്ന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല മൂപ്പരുടെ ആ വിശുദ്ധമായ കണ്ണുകൊണ്ട് ലൗഹുൽ മഹ്ഫൂദിലേക്ക് നോക്കിയപ്പോൾ അദ്ദേഹം കണ്ട ആ ഹിജാബ്, ഇനിയും ഹിജാബിന്റെ ആയത്ത് ഇറങ്ങാണ്ട്. അപ്പൊ ആ ഹിജാബ് ഇറങ്ങണം എന്നാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വിദ്യാഗ്രഹം. അതുകൊണ്ട് ഉമർ ഇബ്നു ഖത്താബ് റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയെ തങ്ങൾ ഭാര്യമാരോട് വീടിന്റെ ഉള്ളിൽ അടങ്ങി ഒതുങ്ങിയിരിക്കാൻ പറയണം. കാരണം എന്താ? റജാ അൻ യൻസില അൽ ഹിജാബ് എന്നാണ് ഇമാം ബുഖാരി തങ്ങൾ ആ ഹിജാബ് ഇറങ്ങണം. അപ്പൊ എങ്ങനെ ആ ഹിജാബ് എന്ന് പറഞ്ഞു? ഉമർ ഇബ്നു ഖത്താബിന്റെ വിശുദ്ധമായ കണ്ണുകൊണ്ട് അവർക്ക് ലൗഹുൽ മഹ്ഫൂദിലേക്ക് നോക്കി ആ ഹിജാബിന്റെ ആയത്തിനെ കാണാൻ മഹാനാവുന്ന ഉമർ ഇബ്നു ഖത്താബിന് സാധിച്ചു. അപ്പം ഇത് മഹാന്മാർക്ക് ഉണ്ടാവുന്നതായ ഒരു ക്വാളിറ്റിയാണ്. ലൗഹുൽ മഹ്ഫൂദിലേക്ക് നോക്കി ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തപ്പെട്ട സംഗതികൾ, നമ്മുടെ ശരീരത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ലൗഹിന്റെ പതിപ്പുകൾ, ഇതൊക്കെ കാണാനും അത് മനസ്സിലാക്കാനും ഒക്കെ കഴിയുക എന്നുള്ളത് മഹാന്മാരെ സംബന്ധിച്ചു. അവസാനം പറഞ്ഞാണ് പോയിന്റ്. ലൗഹുൽ മഹ്ഫൂദിലേക്ക് നോക്കിയിട്ട് അവിടെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ മഹാന്മാർക്കൊക്കെ പറ്റും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലൗഹുൽ മഹ്ഫൂദിലേക്ക് നോക്കിയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമെന്ന് മൂപ്പർ ആദ്യം പറയുന്നുണ്ട്. ശേഷം അത് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് ഉമർ ഖത്താബിൽ നിന്ന് പിന്നെ അവിടെ നിർത്തിയിട്ടില്ല, മഹാന്മാരിലേക്ക് വേണം. ഈ മഹാന്മാർ ആരൊക്കെ പെടും? മൂപ്പര് പെടും, ഇവിടെയുള്ള സകല മൗല്യന്മാരും പെടും എന്നർത്ഥം. കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ മൗല്യന്മാർക്കൊക്കെ ഇതുണ്ട്, എന്നാലേ ഇവർക്ക് ആയിട്ടുള്ളൂ, ആൾക്കാരോട് പറഞ്ഞിട്ട് പറ്റിക്കാൻ പറ്റുള്ളൂ എന്നർത്ഥം. വല്ലാത്തൊരു കഷ്ടം. ഇയാൾ എന്താ ഇപ്പോൾ ഈ നുണ പറയാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ പ്രമാണങ്ങൾ വളച്ചൊടിക്കാൻ വേണ്ടി കരാറെടുത്ത ആളാണോ? ഞാൻ സമസ്തക്കാരോട് ചോദിക്കുക, അലൈസ മിൻകും റജുലുൻ റഷീദ്, ഒരു വിവരമുള്ള ഒരാളുകൾ കൂട്ടത്തിൽ ഇത് ഇയാളോടൊന്ന് പറയാൻ, ഇയാളിങ്ങനെ റസൂലിൻ്റെ പേരിലും ഉമർ ഖത്താബിൻ്റെ പേരിലും ഇമാം ബുഖാരിയുടെ പേരിലും അള്ളാഹിൻ്റെ പേരിലും അള്ളാഹിൻ്റെ ഖുറാൻ്റെ പേരിലും ഇസ്ലാം ദീനിൻ്റെ പേരിലും ഒക്കെ കളവ് ഇങ്ങനെ പറയുമ്പോൾ ആ കൂട്ടത്തിന് തലയാട്ടുന്ന താടിക്കാരും തലകെട്ടുകാരോടൊക്കെ ചോദിക്കുകയാണ് ഞാൻ, നിങ്ങൾക്ക് എന്താ കാക്കങ്ങൾ ഈ പറയണത്? നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് പറ്റിയെന്ന് ചോദിച്ചുകൂടെ നിങ്ങൾക്ക്? സഹോദരങ്ങളെ, എന്താണ് സത്യത്തിലെ ഹദീസിലുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയായ സൗദ റളിയല്ലാഹു അൻഹ രാത്രിയിൽ പുറത്തേക്ക് ഇറങ്ങുന്നു. അപ്പോൾ കാനത്ത് ഇമ്രാത്തൻ തൊവീല, നീളമുള്ളൊരു സ്ത്രീയായിരുന്നു അവർ. ഫനാദാഹ ഉമർ, അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അവരെങ്ങനെ വിളിച്ചു, അല ഖദ അറഫ്നാക്കിയ സൗദ, സൗദ നിങ്ങളെ ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന്. അപ്പോൾ ഉമർ ഖത്താബിൻ റളിയല്ലാഹു അൻഹുവിന് സ്ത്രീകളൊക്കെ വീടിൻ്റെ അകത്ത് അടങ്ങിയിരിക്കണം, അതുപോലെ അവർ പുറത്തേക്ക് ഇറങ്ങുന്ന ഹിജാബ് ആ ആയത്തൊക്കെ ഇറങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എന്നാണ് ഹദീസിലുള്ളത്. എന്താണ് അവിടെ ഉള്ളത്? ഇത് പറഞ്ഞിട്ട് ഇമാം ബുഖാരി ഹിർസൻ അല അൻ യൻസിലൽ ഹിജാബ്, ഹിർസൻ അല അൻ യൻസിലൽ ഹിജാബ്, ഹിജാബിൻ്റെ ആയത്ത് ഇറങ്ങണമെന്ന്, ഹിജാബിൻ്റെ നിയമം ഇറങ്ങണമെന്ന് ആഗ്രഹം കൊണ്ടാണ് ഉമർ ഖത്താബ് അങ്ങനെ പറഞ്ഞത്. എന്നിട്ട് എന്താ ഇമാം ബുഖാരി അടുത്ത് പറയുന്നത്? ഫഅൻസലല്ലാഹു ആയത്തൽ ഹിജാബ്, അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിജാബിൻ്റെ ആയത്ത് ഇറക്കി എന്നാണ്. അപ്പോൾ ഇവിടെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് സ്ത്രീകൾ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്നത് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ ആ നിയമം കൂടി ഒന്ന് പരിഷ്കരിച്ച് ഹിജാബിൻ്റെ ആയത്ത് ഇറക്കണമെന്ന് ഉമർ ഖത്താബിന് ആഗ്രഹം വന്നു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്ത് ഇറക്കി. ഇത്രയേ ഉള്ളൂ. അവിടെ ഇമാം ബുഖാരി എന്താ പറഞ്ഞത്? ഹിജാബിൻ്റെ ആയത്ത് ഇറങ്ങണം എന്ന ആഗ്രഹം കൊണ്ട് പറഞ്ഞു. ഇയാളെന്താ പറഞ്ഞത്, വ്യാഖ്യാനിച്ചത്? അദ്ദേഹം ആകാശത്തേക്ക് നോക്കി ലൗഹുൽ മഹ്ഫൂദിലേക്ക് നോക്കിയിട്ട് ഹിജാബിൻ്റെ ആയത്ത് അവിടെ കണ്ടിട്ട് അതിങ്ങോട്ട് ഇറക്കണം എന്ന് ആഗ്രഹിച്ച് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹുവിൻ്റെ പേരിൽ, അള്ളാഹുവിൻ്റെ ലൗഹുൽ മഹ്ഫൂദിൻ്റെ പേരിൽ, ജിബ്രീൽ അലൈഹി ഇസ്ലാമിൻ്റെ പേരിൽ, അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേരിൽ, ഖുർആനിൻ്റെ പേരിൽ, ഉമർ ഖത്താബിൻ്റെ പേരിൽ, ബുഖാരിയുടെ പേരിലൊക്കെ ഈ ഒറ്റ ഇരിപ്പിന് ഇത്രയും കളവ് പറഞ്ഞ വേറെ റെക്കോർഡ് ഒരാൾക്കുണ്ടാവില്ല. അത്രയും കളവാണ് ഇയാളീ പറഞ്ഞത്. റസൂലുള്ളാഹിക്ക് ജിബ്രീൽ അലൈഹി സ്വലാം ഖുർആന്റെ കോപ്പി കൊടുത്തു എന്നാണ് പറഞ്ഞത്. വിശുദ്ധ ഖുർആൻ അതിൻ്റെ ആ കോപ്പി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സമ്മാനിച്ചു. എവിടെയാണ് മുത്തുക്കോയ തങ്ങൾ ഇതുള്ളത്? ഖുർആന്റെ കോപ്പിയാണ് കൊടുത്തത്. നിങ്ങൾക്ക് തോന്നിയത് ദീൻ്റെ പേരിൽ പറയണപ്പോൾ നിങ്ങൾ ഇത്രയധികം മോശമായിട്ട് അള്ളാഹുവിൻ്റെ ദീനിനെ പറ്റി സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അത് കൂട്ടത്തിൽ നിങ്ങൾ തലയാട്ടി കൊടുക്കുക. നഊദു ബില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.